നമ്മുടെ കൂടെയുണ്ട്. ഇതൊരു നിമിത്തമായിട്ട് കണ്ടാൽ മതി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈലാഷ് സാറിനോട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് അദ്ദേഹത്തിനോട് ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് മനസ്സ് തുറന്നാൽ ഞാൻ എല്ലാ സത്യവും തുറന്നു പറയും. മുക്ത, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീയും ബ്ലാക്ക്, ഞാനും ബ്ലാക്ക്. നല്ല ചേർച്ച ഉണ്ടല്ലേ? അരവിന്ദ്, ഇവിടെയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. മുക്ത, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അരവിന്ദിനെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും എന്തിനാ നീ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ അത് മാത്രം നോക്കിയാൽ പോരെ? എന്താ ദേഷ്യം വരുന്നുണ്ടോ? അതുകൊണ്ട് എന്താ കാര്യം? നീയാണ് എൻ്റെ ഭാര്യയാൻ പോകുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് നിന്റെ അമ്മയെടുത്ത തീരുമാനമാണ്. പിന്നെ നിനക്ക് എത്രയൊക്കെ ധൈര്യം ഉണ്ടെങ്കിലും നിനക്ക് നിന്റെ അമ്മയെ പേടിയാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ കല്യാണം കഴിക്കല്ലാതെ വേറെ ചോയ്സ് ഇല്ല. വെറുതെ ഇങ്ങനെ അകറ്റി നിർത്താതെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ലേ നിനക്ക് നല്ലത്. യു വിൽ ബി സേഫ് വിത്ത് മീ. ഇപ്പൊ പാർവതിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് അവളെ രക്ഷപ്പെട്ട് ഇവിടെ വന്നത്. നിന്നെ ഞാൻ അതുപോലെ സംരക്ഷിക്കും. ഡോണ്ട് ക്രോസ് ദ ലിമിറ്റ് അരവിന്ദ്. അരവിന്ദ്, ആരിത്? ആൻറ്റിയോ? ഞാൻ താഴെ വെച്ച് കണ്ടപ്പോ തന്നെ പറയണമെന്ന് കരുതിയതാ. ഈ സാരിയിൽ ആൻറ്റിയെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. ശരി ശരി, നിന്റെ അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഞാനും മുക്തയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു 10 മിനിറ്റ് പോയാ പോരെ? പോരാ, എനിക്കും മുക്തയോട് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ പോയിട്ട് പിന്നെ വാ. ഡാർലിംഗ്, പിന്നെ കാണാം. ബൈ. ആന്റി ഇപ്പൊ വന്നാ നന്നായി. ഇല്ലാന്നെങ്കിൽ അരവിന്ദ് തന്നെ സംസാരിച്ച് കൊന്നേരെ. Shut up, മുക്ത. പാർവതി പാർട്ടിക്ക് വരില്ലെന്നും നേരെ ആശുപത്രിയിലേക്ക് എത്തുമെന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ അവൾ എങ്ങനെ ഇവിടെ എത്തിയത്? കൈലാഷ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളോട് കാണിക്കുന്ന കരുതൽ കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. ഇനി പാർവതി അവൻ പ്രൊപ്പോസ് ചെയ്യുകയും കൂടി ചെയ്താ പിന്നെ എല്ലാം പൂർത്തിയാവും. പിന്നെ നാട്ടുകാരുടെ മുന്നിലെ എനിക്കോ നിന്റെ അങ്കിളിനോ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഞാനെല്ലാം കൃത്യമായി തന്നെ ആന്റി പ്ലാൻ ചെയ്തത്. കൃത്യസമയത്ത് ആ അരവിന്ദ് കയറി ഇടപെടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കോ? അറിഞ്ഞോ അറിയാതെയോ അരവിന്ദ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഉപദ്രവമായിട്ടാ മാറുന്നത്. നടു റോട്ടിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലേ അരവിന്ദ് എന്നല്ല ആരായാലും ഇടപെട്ടെന്ന് വരും. ആളനെ കൊല്ലാത്ത എവിടെങ്കിലും വെച്ച് അവളെ എങ്ങ് തീർക്കാൻ നിനക്ക് അവരോട് പറയായിരുന്നു. ഒരു പെണ്ണിനെ തല്ലാൻ പോലും കഴിവില്ലാത്ത ഇവന്മാരൊക്കെ ഗുണ്ടകളാണോ? നിനക്ക് ഇവരൊക്കെ എവിടെന്നാ കെട്ടുന്നത്? സോറി ആന്റി. നിർത്ത്. എനിക്ക് നിന്റെ സോറി ഒന്നും കേക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കൈലാഷ് പാർവതി പ്രപ്പോസ് ചെയ്യുന്നത് നീ തടയണം. ആന്റി, ആന്റി വെറുതെ എന്നെ ചീത്ത പറഞ്ഞിട്ടങ്ങ് പോയാൽ മതിയല്ലോ. കൈലാഷുമായുള്ള എന്റെ മാരേജ് ഒന്ന് കഴിയട്ടെ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ കൈലാഷിനെ എങ്ങനെയെങ്കിലും തടയണം. എന്റെ പുറകിൽ അരവിന്ദ് മാറിയാലല്ലേ എനിക്ക് കൈലാഷിനെ ശ്രദ്ധിക്കാൻ പറ്റൂ. അതിനിപ്പോ എന്താ ചെയ്യാ? കൃത്യസമയത്ത് ആ കരുണാകരനെ കാണുന്നില്ലല്ലോ. കരുണാകരൻ, എന്താ മാഡം? അരവിന്ദിനെ എന്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നതല്ലേ? ആ പണി ചെയ്യാതെ താൻ ഇവിടെ കുടിച്ച് ആഘോഷിക്കാണല്ലേ?
അരവിന്ദ് സാറ് വന്നപ്പോ തുടങ്ങി ഞാൻ അദ്ദേഹത്തെ കമ്പനിക്ക് വിളിക്കണതാ. 2 ബുക്ക് കൊടുത്താ ആള് ഓഫായിക്കോളൂല്ലോ. പക്ഷെ ആള് വരണ്ടേ? മാഡത്തിന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടേ കുടി നിർത്തിയെന്ന് തോന്നണേ. താൻ എങ്ങനെയെങ്കിലും അരവിന്ദനെ ഒന്ന് തടയാ.